ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത് IFRS, അതുപോലെ തന്നെ IND-AS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് Introduction to IFRS, Introduction to International Financial Reporting Standards. So starting with the concepts of IFRS. IFRS refers to a group of accounting standards which provides guidelines to report transactions in the books of accounts. അതായത് ഹോൾ വേൾഡ്, അതായത് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഗൈഡ്ലൈൻസ് ആണ് IFRS-ലുള്ളത്. ആൻഡ് ദീസ് IFRS ആർ ഇഷ്യൂഡ് ബൈ IASB. IASB stands for International Accounting Standards Board and which was contributed in 2001. 2001-ലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തതാണ് 2001-ല്. അന്ന് നമ്മൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, സുതാര്യത എൻഷുർ ചെയ്യുക, കമ്പയറബിലിറ്റി, ബാക്കിയുള്ള കമ്പനീസുമായിട്ടും അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം പല ഫിനാൻഷ്യൽ ഇയേഴ്സും തമ്മിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും കമ്പയർ ചെയ്യുക, കൺസിസ്റ്റൻസി ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പല രാജ്യങ്ങളിലുള്ള പല കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ ആക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദെൻ നീഡ് ഫോർ കൺവേർജൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ IFRS അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ കൂടെ IFRS കൺവേർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? ഇന്ത്യൻ കമ്പനീസ് ആൻഡ് പ്രൊഫഷണൽസ് വിൽ ബി എക്സ്പോസ്ഡ് ടു ഗ്ലോബലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയിലുള്ള കമ്പനീസും പ്രൊഫഷണൽസിനും ഒക്കെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായി. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഗ്ലോബലി പല രാജ്യങ്ങളിലുള്ള പല കമ്പനീസിന്റെയും അക്കൗണ്ട്സ് ഒക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ കേസിൽ ഹാർമണൈസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ട് മാറി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻസി, കമ്പയറബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റിലയബിലിറ്റി, പിന്നെ ഈ ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് IFRS യൂസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനായിട്ട് IFRS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കൺവേർജൻസ് വിത്ത് IFRS ക്യാൻ സിംപ്ലിഫൈ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, അതായത് വിത്ത് അതർ കൺട്രീസ് ഉള്ള ട്രാൻസാക്ഷൻസ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ഈസിയർ ആക്കാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഈ IFRS-ആയിട്ടുള്ള കൺവേർജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് IFRS, എന്തൊക്കെയാണ് IFRS-ന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾ ബേസ്ഡ്. IFRS എന്ന് പറയുന്നത് ദേ ആർ റിയലി ബേസ്ഡ് ഓൺ ക്ലിയർ കട്ട് പ്രിൻസിപ്പിൾസ്, കറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ നോട്ട് റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ല, പകരം പ്രിൻസിപ്പിൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ദെൻ സബ്സ്റ്റൻസ് ഓവർ ഫോം, ആൻഡ് ദീസ് ആർ നോട്ട്, IFRS സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദർ ലീഗൽ ഫോം. ലീഗൽ ഫോമിന്റെ ബേസിലല്ല, ട്രാൻസാക്ഷൻസിനെ ആണ് ഇതിനെ എംഫസൈസ് ചെയ്യുന്നത്. ദെൻ ഫെയർ വാല്യൂസ്, അതായത് ഈ IFRS മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ ബേസ് ചെയ്തിട്ടുള്ളത് ഫെയർ വാല്യൂസിലാണ്. ദെൻ ഫങ്ഷണൽ കറൻസി, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അസറ്റ്സ്, ലയബിലിറ്റീസ്, റവന്യൂസ്, എക്സ്പെൻസ് ഇതെല്ലാം ലോക്കൽ കറൻസിക്ക് പകരം ഫങ്ഷണൽ കറൻസിയിലാണ് റെക്കോർഡ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദെൻ റീഅസസ്മെന്റ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ആൻഡ് ഡിപ്രിസിയേഷൻ, ഒരു ഫിക്സഡ് അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫും ഡിപ്രിസിയേഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് IFRS-ൽ റീഅസസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ബെനിഫിറ്റ്സ് വിത്ത് കൺവേർജൻസ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS-ആയിട്ട് കൺവേർട്ട് ചെയ്തതുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതിന്റെ മെയിൻ എയിം അത് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. It facilitates international commerce and attract foreign investment. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ബാക്കിയുള്ള രാജ്യങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ട്രേഡിങ് കുറച്ചും കൂടി ഈസിയർ ആക്കാനും സ്മൂത്തർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. Then it leads to improvement in quality and comparability of financial statement. മറ്റ് കമ്പനീസിന്റെ റിപ്പോർട്ട്സുമായിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു കമ്പനീന്റെ തന്നെ മുൻ വർഷങ്ങൾ അല്ലെങ്കിൽ പല വർഷങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് റിപ്പോർട്ട്സ് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് യൂസ്ഫുൾ ആണ്. ദെൻ ഇത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ പ്രോസസ് ഒക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫീൽഡിലുള്ള പ്രൊഫഷണൽസിന്റെ ഒക്കെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ എൻഷുർ ചെയ്യുന്നതിനും ഈ IFRS കൺവേർട്ട് ചെയ്യുന്നതിലൂടെ ഹെൽപ്ഫുൾ ആണ്. Then it improves the access to international financial capital market for companies by aligning their financial reporting standards with global norms. അതായത് ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് വഴി ഈ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനോട് ഉള്ള ഒരു ആക്സസ് ഇന്ത്യൻ കമ്പനീസിനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവരുടെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനുള്ള ആക്സസ് കുറച്ചും കൂടി ഈസിയർ ആക്കുന്നുണ്ട്. സോ ഓൾ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൺവേർജൻസ് വിത്ത് IFRS ഫോർ ആൻ ഇന്ത്യൻ കമ്പനി. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. താങ്ക് യു.